എന്താ രാജീവ്, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നല്ലോ. ഞാൻ രാജീവിന്റെ ശിശിരയെ അമ്മയും കണ്ടു. ശിശിരയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭർത്താവിന് ഇതേപോലൊരു അവസ്ഥ വന്നാ ഏത് പെണ്ണ് സഹിക്കും? എന്താ ഞാനാണെന്നോ? രാജീവ് എന്റെ സുഹൃത്തല്ലേ? രാജീവിനോട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പക്ഷേ ഒരു സുഹൃത്താണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നോട് പെരുമാറിയത് രാജീവാ. മനസ്സിലായി. എല്ലാരോടും എല്ലാം പറയുന്നല്ലേ? എന്തിനാ രാജീവ് ലൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നേ? സൗഹൃദത്തോടെ പോകേണ്ട സുഹൃത്തുക്കളല്ലേ നമ്മൾ? ദേ, ഇപ്പഴും രാജീവ് എന്റെ സുഹൃത്ത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ ഇന്നും രാജീവിനെ കാണാൻ വന്നേ. അല്ല, എന്ത് തീരുമാനിച്ചു രാജീവ്? അല്ല, ആ ഡോക്യുമെന്റ്സേ അതെനിക്ക് തിരിച്ചു വേണം രാജീവേ. അതെവിടെയാ? അപ്പൊ തിരിച്ചു തരില്ലാന്ന് തീരുമാനിച്ചോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും രാജീവേ? ദേ, വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ കൺട്രോള് നഷ്ടപ്പെട്ടാ ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. പ്ലീസ് രാജീവ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാ. എവിടെയാ ആ ഡോക്യുമെന്റ്സ്? കിട്ടില്ല. ഓക്കേ. അയ്യോ, രാജീവ്, രാജീവ് പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നത്? അന്വേഷിച്ചോ? ആര്? ഈശ്വര, രാജീവിന് എന്തൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും വ്യക്തമാവുന്നില്ല. ശബ്ദം പുറത്തേക്ക് വരുന്നുമില്ല. ഇവൻ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇവളെ ഇവന് കൃത്യമായിട്ടറിയാം. ഒരു കാര്യം ഉറപ്പാ, അവൻ അവക്ക് എന്തോ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. രാജീവ്, രാജീവ് എന്താ? രാജീവ് എന്താ? രാജീവ്, അയ്യോ രാജീവ്, എന്തു പറ്റി? ശ്വാസം മുട്ടുന്നുണ്ടോ? സിസ്റ്റർ, 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 ഒന്ന് വേഗം വരണേ. സിസ്റ്റർ, എന്താ? എന്തു പറ്റി? ഡോക്ടർ, ഡോക്ടർ. രാജീവ്, രാജീവ്, എന്താ
അതെ, ഒന്ന് പുറത്തോട്ടേക്കോ. താനെപ്പോഴാ വന്നേ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുവരായിരുന്നല്ലോ. ഓഫീസിൽ പോയ ആളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ആ, താൻ രാജീവിനെ കണ്ടോ? ആ, കണ്ടു. അമ്മയും ശിശിരേച്ചിയൊക്കെ എവിടെ? ആ, വാ.